എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു വ്ളോഗാണ് ചെയ്യുന്നത്. ഞങ്ങളിന്ന് അതിരപ്പള്ളി വാട്ടർഫോൾസ്, അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാനായിട്ട് ഞങ്ങൾ പോവാണ്. ആക്ച്വലി അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പോയതല്ല കേട്ടോ, ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് ഞങ്ങൾ അവിടെയും കൂടി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിരപ്പള്ളിയിൽ പോകുന്നതിന് മുന്നായിട്ട് നമ്മളിവിടെ ഏടാറ്റുമുഖം പ്രകൃതി ഗ്രാമം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ കയറിയിട്ടാണ് നമ്മൾ അതിരപ്പള്ളിയിലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് ഒരു 15 മിനിറ്റ് ഉണ്ട് അതിരപ്പള്ളി. അപ്പോൾ ഇവിടെയും നമുക്ക് വന്നു കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിലിറങ്ങാനും അതുപോലെ തന്നെ വെള്ളത്തിൽ കളിക്കാനൊക്കെ ആയിട്ട് പറ്റും. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വന്ന് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ് ഇവിടെ. അപ്പോൾ കൂടുതലും ഫാമിലി ആയിട്ടാണ് ഇവിടെ ആളുകൾ കൂടുതൽ വരുന്നത്. ഞങ്ങൾ പോയത് സൺഡേ ആണ്. ഞങ്ങൾ ഒട്ടും ആളുകൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു അവിടെ സ്ഥലങ്ങൾ കാണാനൊക്കെ ആയിട്ട്. ഞങ്ങൾ പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു 2 മണി ആയായിരുന്നു. അതുകൊണ്ട് അധികം ചൂട് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നല്ല മഴക്കാരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചൂടില്ലാതെ നമുക്ക് കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റി. മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാറയൊക്കെ കവിഞ്ഞ് വെള്ളം ഒഴുകുന്നത് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ വേനലായതുകൊണ്ട് തന്നെ ഒട്ടും വെള്ളമില്ല, വെള്ളം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് അവിടെ ഇറങ്ങാനൊക്കെ ആയിട്ട് പറ്റും. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കാണുന്ന ഈ ഒരു തൂക്കുപാലമുണ്ട്. അതിൻ്റെ മുകളിൽ കയറി നിന്ന് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ പോകുന്നത് നമ്മൾ നേരത്തെ കണ്ട തൂക്കുപാലത്തിലേക്കാണ്. അവിടെ കയറി നമുക്ക് ഫോട്ടോസോ അതുപോലെ തന്നെ വീഡിയോസൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. നല്ല ഭംഗിയുള്ള അടിപൊളി പ്ലേസാണിത്. നമ്മൾ എപ്പോഴെങ്കിലും ഒരിക്കൽ വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണിത്. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഈ പാറയൊന്നും കാണാൻ പറ്റില്ല. ഇത് കര കവിഞ്ഞ് ഇങ്ങനെ ഒഴുകും വെള്ളം. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പോൾ വേനലായതുകൊണ്ട് തന്നെ ഒട്ടും വെള്ളമില്ല, വെള്ളം വളരെ കുറവാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാട്ടോ ഞങ്ങളിവിടെ നിന്ന് അതിരപ്പള്ളിയിലേക്ക് പോയത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഭയങ്കര കാറ്റാണ്. കാറ്റെന്ന് പറഞ്ഞപ്പോൾ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് നമ്മൾ ഈ ഒരു തൂക്കുപാലത്തിൽ കയറി നിന്ന് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ചൂടടിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ആ ചൂട് ഒട്ടും നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം അത്രയ്ക്കും കാറ്റാണ് അവിടെ വീശണേ. അതുകൊണ്ട് നമുക്ക് ക്ഷീണം തോന്നും, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി ടയേർഡാവും ഒന്നും ചെയ്യില്ല. കാരണം അത്രയ്ക്കും കാറ്റാണ് അവിടെ അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ഒരു ടയർഡ്നെസ് നമുക്ക് ഒട്ടും തോന്നിയില്ല. ഞങ്ങളിവിടെ ഒരു മണിക്കൂറോളം ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ പോയത് അതിരപ്പള്ളി വാട്ടർഫോൾസിലേക്കാണ്. അവിടേക്ക് ഒരു 15 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ സൺഡേ പോയതുകൊണ്ട് തന്നെ ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി. അപ്പോൾ ഒരുപാട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇവിടെ അതിരപ്പള്ളിയിൽ എത്തിയേക്കാണ്. അപ്പോൾ ഈ അതിരപ്പള്ളിയുടെ കയറുന്ന ഭാഗത്തായിട്ട് ഒരുപാട് ഷോപ്പുകളുണ്ട്. നമുക്ക് എന്തെങ്കിലും നമുക്ക് വാങ്ങണമെങ്കിൽ സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് വാങ്ങാം. ഞങ്ങളവിടെ ചെന്നപ്പോഴേക്കും ഒരു 3 മണി ആയായിരുന്നു. അപ്പോഴേക്കും ആളുകൾ കൂടുതലായി. ഒരു വൈകുന്നേരം ടൈം ആയതുകൊണ്ടാണ് തോന്നുന്നു ഒരുപാട് ആളുകൾ അതിരപ്പള്ളിയിലേക്ക് വരുന്നുണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന ടൈമിൽ. പിന്നെ 3 മണി ആയതുകൊണ്ട് തന്നെ നല്ലൊരു മഴക്കാരും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വെയിലും നന്നായിട്ട് ആറി നിൽക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് ഒട്ടും ചൂടുണ്ടായിരുന്നില്ല ഞങ്ങൾ പോയ ടൈമിൽ. നമ്മളിവിടുന്ന് കുറച്ച് നടന്ന്, ഒരുപാടൊന്നും നടക്കാനില്ല, ഒരു 10 മിനിറ്റ് പോലും ഇല്ല. കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിരപ്പള്ളി ആ ഒരു വാട്ടർഫോൾസിൻ്റെ അടുത്തേക്കാണ് നമ്മൾ നടന്നു പോകുന്നത്. ഒരുപാട് പേരുണ്ടായിരുന്നു. സാധാരണ കോവിഡൊക്കെ ആയതുകൊണ്ട് വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചത്. പക്ഷേ കൂടുതലും ഫാമിലി ആയിട്ടുള്ളവരാണ് കൂടുതലായിട്ട് അവിടെ വന്നത്.
ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. ഇനി ഇപ്പം നമ്മൾ മുകളിലാണ്. നമുക്ക് ഇനി ഇതിൻ്റെ താഴെ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഇത് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് താഴെ കാണാൻ, താഴെ ഒരുപാട് പേര് വന്ന് നിൽക്കുന്നുണ്ട്. നമ്മൾ ഈ വന്ന ഇതിൽ തന്നെ സൈഡിലൂടെ റൈറ്റ് സൈഡിലൂടെ ഒരു വഴിയുണ്ട്. ആ വഴി കുറച്ച് നമ്മൾ നടക്കണം. കുറച്ചങ്ങ് നടന്ന് താഴേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെ അടുത്ത് തന്നെ നമുക്ക് വെള്ളച്ചാട്ടം കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം. ഒരുപാട് പേര് വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ നിന്ന് വെള്ളത്തിലിറങ്ങുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. നമുക്ക് വേണമെങ്കിൽ അവിടെ പോയി നിന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. മുകളിലുള്ളതിനേക്കാൾ കൂടുതൽ ആളുകളാണ് താഴെയുള്ളത്. ഞങ്ങൾ 3 മണിക്ക് ഇവിടെ എത്തിയായിരുന്നു. ഒരു 1 അവർ സ്പെൻഡ് ചെയ്ത് 4 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. കാരണം നല്ല മഴക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ മഴയൊക്കെ പെയ്യുമെന്ന് ഇതുണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ 4 മണിയായപ്പോഴേ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ തിരിച്ചു വരുന്ന വഴി തന്നെ നമുക്കൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നമുക്ക് അതിരപ്പള്ളി വെള്ളച്ചാട്ടം നമുക്ക് അവിടെ നിന്ന് ദൂരെ നിന്ന് കാണാനായിട്ട് സാധിക്കും. അത് ഒന്നാലും നമുക്ക് പോകുമ്പോൾ കാണാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരുമ്പോൾ നമുക്കത് കാണാനായിട്ട് സാധിക്കും. അതും ഒരു വ്യൂ പോയിൻ്റാണ്. അങ്ങനെ ഞങ്ങളൊരു 4 മണി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.